ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ ഏറ്റവും നിർണായക ദിവസമാണ് നാളെ. 50-ലധികം റിവ്യൂ പെറ്റീഷനുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് മുന്നിലെത്തുന്നു. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക്, അതായത് യുവതികൾക്ക് ശബരിമലയിൽ ദർശനം നടത്തുന്നതിന്, വിശ്വാസികളായ യുവതികൾക്ക് ശബരിമലയിൽ ദർശനം നടത്തുന്നതിന് സാങ്കേതികമായിട്ടും നിയമപരമായിട്ടും ഒരു തടസ്സവുമില്ല എന്ന സുപ്രീം കോടതി വിധി. ആ സുപ്രീം കോടതി വിധി ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് ഏറെ വൈകാരികമായി മുറിവുണ്ടാക്കി എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസികൾ, ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ആ വിധി അവരുടെ വിശ്വാസത്തെയും ആചാരത്തെയും ലംഘിക്കുന്നതാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി. അതുകൊണ്ട് തന്നെ ആ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് 50-ലധികം റിവ്യൂ ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. ആ ഹർജികൾ നാളെ സുപ്രീം കോടതിയുടെ മുന്നിൽ പരിഗണനയ്ക്ക് എത്തുകയാണ്. എന്തായി കഴിഞ്ഞാലും ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ, അതിനപ്പുറത്തേക്ക് രാജ്യത്താകമാനം, ലോകത്താകമാനമുള്ള ശബരിമല വിശ്വാസികൾക്ക് സുപ്രീം കോടതി വിധി അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലവർ പറയുന്ന കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ ആചാരപരമായ നിയന്ത്രണങ്ങളാണ്. അവിടെ സ്ത്രീ വിരുദ്ധത ശബരിമലയിലില്ല, ലിംഗ അസമത്വം ശബരിമലയിലില്ല, സ്ത്രീകളെ മുഴുവനായും വിലക്കുന്നില്ല. ഒരു പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളെ മാത്രമാണ് ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അവിടെ ലിംഗ അസമത്വമില്ല, സ്ത്രീ പുരുഷ അസമത്വമില്ല, ഭരണഘടനാ അസമത്വം അവിടെ കാണിക്കേണ്ട കാര്യവുമില്ല. കാരണം തുല്യനീതി ഉറപ്പാക്കിയിട്ടുണ്ട് ശബരിമലയിൽ. എല്ലാ സ്ത്രീകൾക്കും അവിടെ ശബരിമലയിൽ കയറാം. പക്ഷേ പ്രായമാണ് പ്രശ്നം. 10-നും 50-നും ഇടയിലുള്ള സ്ത്രീകൾ, അതായത് യുവതികൾ, യൗവനയുക്തയായ സ്ത്രീകൾ ശബരിമല ദർശനം പാടില്ല. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. കാരണം ലോകത്തിൽ തന്നെ ശബരിമല ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തിലുള്ളതാണ്. ഓരോ ക്ഷേത്രവും, ഓരോ വിഗ്രഹവും ഓരോ ഭാവത്തിലാണ് പൂജിക്കപ്പെടുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, ശബരിമലയിലെ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് ശബരിമലയിലെ അയ്യപ്പ ഭാവം. അവിടെ ആ ഭാവത്തിൽ മന്ത്രങ്ങളും അതോടൊപ്പം തന്നെ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ശബരിമലയിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു പ്രത്യേക പ്രായത്തിൽ 10-നും 50-നും ഇടയിലുള്ള യുവതികൾ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം വരുന്നത് ഇതുകൊണ്ടാണ്. മാത്രമല്ല, ശബരിമല മാലയിടുന്നതോടുകൂടി അയ്യപ്പനാവുകയാണ് ഓരോ വിശ്വാസിയും. ഒരു വിശ്വാസി ശബരിമലയ്ക്ക് പോകാനായി വ്രതമനുഷ്ഠിച്ച് മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ അയ്യപ്പനാവുകയാണ്. ശബരിമലയിൽ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്ന ആപ്തവാക്യത്തിന്റെ ജീവിത ക്രമമാണിത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അവരുടെ 41 ദിവസത്തെ വ്രതം പ്രത്യേക അനുഷ്ഠാനത്തോടുകൂടി, പ്രത്യേക ജീവിതചര്യയോടുകൂടി, പ്രത്യേക മന്ത്രോച്ചാരണത്തോടുകൂടി, ശരണം വിളികളോടുകൂടി, വ്രതശുദ്ധിയോടുകൂടി നൈഷ്ഠിക ബ്രഹ്മചര്യം ഓരോ അയ്യപ്പന്മാരും പുലർത്തുകയാണ്. അങ്ങനെയുള്ളവരുടെ ദർശന സ്ഥലത്തേക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുക വേണ്ടത്. ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് വ്രണമേൽപ്പിച്ച സംഭവമാണ് സുപ്രീം കോടതിയുടെ വിധി. സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കണം. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമല ദർശനം നടത്താമെന്നുള്ളത്, യുവതി പ്രവേശനം സാധ്യമാക്കുന്ന ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി തിരുത്തണമെന്ന ആവശ്യം വരുമ്പോഴാണ് 50-ലധികം ഹർജികൾ, റിവ്യൂ പെറ്റീഷനുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുന്നിലെത്തുന്നത്. നാളെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ നടക്കുന്ന ഈ റിവ്യൂ പെറ്റീഷനുകൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, ശബരിമലയുടെ ലക്ഷോപലക്ഷം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്.